എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കാലഘട്ടം എന്ന് പറയുന്നത് എൻ്റെ അമ്മാമ്മയും അച്ചാച്ചനും ഉണ്ടായിരുന്ന കാലമാണ് കേട്ടോ. ഒരുവിധം എല്ലാ കൊച്ചുമക്കൾക്കും അങ്ങനെ തന്നെ ആയിരിക്കും. ആ ഓലമേഞ്ഞ കെട്ടിടത്തിൽ സന്ധ്യയ്ക്ക് അമ്മാമ്മയുടെ കൂടെ ഇരുന്ന് നാമം ജപിച്ചതും ചിമ്മിനി വെളിച്ചത്തിന്റെ വെട്ടത്തിൽ അമ്മാമ്മ പറഞ്ഞിരുന്ന അപ്പൻ്റെ അമ്മമ്മയുടെയൊക്കെ കഥ കേട്ടിരുന്നതും എന്നും രാത്രി അച്ചാച്ചൻ കൊണ്ടുതരുന്ന പലഹാരപ്പൊതിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പും നമുക്ക് വേണ്ടി ഉപ്പിലിട്ട് സൂക്ഷിച്ചു വെച്ചിരുന്ന മാങ്ങയും നെല്ലിക്കയും അരിക്കലത്തിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന പലഹാരങ്ങളും പഴവും വൈകിട്ട് കുളിക്കാനായി അമ്മാമ്മയോടൊപ്പം കിണറ്റിൻകരയിലേക്കുള്ള ഓട്ടവും തിരിച്ചു വരുമ്പോൾ അമ്മാമ്മയ്ക്കിപ്പോൾ ഒരു കുഞ്ഞു കുടത്തിൽ വെള്ളവുമായി തിരിച്ചു വരുന്നതും എല്ലാം ഇന്നലത്തെ പോലെ ഓർമ്മയുണ്ട്. എത്ര പെട്ടെന്നാണ് നമ്മൾ വളർന്നതും അവരൊക്കെ നമ്മളെ വിട്ടു പോയതും. ഇങ്ങനെ പറയുമ്പോൾ തന്നെ കണ്ണ് നിറയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്കൊക്കെ അവരെൻ്റെ സ്വപ്നത്തിൽ വരാറുണ്ട് കേട്ടോ. ചിലപ്പോഴൊക്കെ ഞാൻ വിചാരിക്കും അവരെന്തിനു പോയത്, അവർ നമ്മളെ കൂടെ എപ്പോഴും വേണം. എനിക്കിടയ്ക്ക് ഇങ്ങനെ ഇരുന്ന് ഓർത്ത് കരയാറൊക്കെ ഉണ്ട്. ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അവർ നമ്മളെ വിട്ട് പോയെന്നുള്ളതേ. നിങ്ങളെ ഗ്രാൻഡ് പാരൻസിനൊന്ന് ഓർത്ത് വയ്ക്കുക. വിട്ടുപോയവരാണെങ്കിൽ ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നില്ലേ? ഇപ്പോൾ ഇതൊക്കെ പറയാൻ കാരണം ഇന്നെനിക്കൊരു വർക്ക് കിട്ടി കേട്ടോ. ഒരു കുഞ്ഞു വർക്കാണ്. നാളെ സീനിയർ സിറ്റിസൺ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു ഡ്രോയിങ് ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ഇത് വരച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അമ്മാമ്മ അച്ചാച്ചനെയൊക്കെ ഓർത്തത്. ഗൂഗിളിൽ നിന്ന് എടുത്തൊരു റെഫറൻസ് പിക്ചർ വെച്ചിട്ടാണ് കേട്ടോ വരച്ചേക്കുന്നത്. ആദ്യം പെൻസിൽ വെച്ചിട്ട് ഔട്ട്ലൈനൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ ബ്ലാക്ക് കളർ വെച്ചിട്ടൊന്ന് ഔട്ട്ലൈൻ ഹൈലൈറ്റ് ചെയ്തതാണ്. ബ്ലാക്ക് കളർ പെന്നാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ പെൻസിൽ വെച്ചിട്ടാണ് ബാക്കി കളറെല്ലാം കൊടുത്തത്. പിന്നെ ആ ഒരു എഴുതിയേക്കുന്ന ഭാഗം സ്കെച്ച് പെന്ന് വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ എന്നാലും ഒരു 1.25 മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ ഇത് വരച്ചേക്കുന്നത്. ഈ അപ്പൂപ്പനെ കണ്ടിട്ട് എൻ്റെ അച്ചാച്ചനെ പോലെയൊക്കെ ഉണ്ട് കേട്ടോ. കണ്ണാടി ഇല്ല. അമ്മാമ്മ ഇതുപോലല്ല കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ടാറ്റാ.